ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പക്ഷേ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാലാന്തരത്തിൽ നമ്മൾ കുഞ്ഞുനാളിലുണ്ടായിരുന്ന പരസ്പര സ്നേഹവും വിശ്വാസവും സ്നേഹവും ഒക്കെ കാലാന്തരത്തിൽ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തന്നെ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ വാച്ച് ചെയ്യുമ്പോൾ അത് ബോധ്യമാകും. കുഞ്ഞുനാൾ ഒരു പക്ഷേ സഹോദരന്മാർ തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കാം, സ്നേഹമായിരിക്കാം. ഒരു പക്ഷേ കാലാന്തരത്തിൽ അവരുടെ കുടുംബജീവിതത്തിനിടയിൽപ്പെട്ട് ഒരു പരസ്പരം കുറ്റം പറയുകയും അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുമൊക്കെ നമുക്കിന്ന് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ എടുത്തുചാട്ടം ചിലപ്പോൾ എത്ര വലിയ പരാജയങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നമ്മൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുന്ന ഒത്തിരിയേറെ സങ്കടങ്ങൾ, ഒരുപക്ഷെ അയ്യോ ഇയാൾ പഴയ പോലെ ആയിരുന്നില്ലല്ലോ എന്നുള്ള ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ഷമിക്കാൻ പഠിക്കണം. നമ്മളെ വേദനിപ്പിക്കുന്നവരെ തിരിച്ച് വേദനിപ്പിക്കാനുള്ള നമ്മുടെ ആ തിടുക്കം അവസാനിച്ചില്ലെങ്കിൽ നമ്മൾ നിപതിക്കാൻ പോകുന്ന ഗർത്തം ഭയാനകമാണെന്ന് ബൈബിളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോട് പെരുമാറും. എഫേസസ് 4:32 നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുപോലെ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യതയുള്ളവരും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. 2 തിമോത്തിയോസ് 2:24. നമ്മൾ തമ്പുരാനെയൊക്കെ വിളിച്ച് അപേക്ഷിക്കുന്നവരല്ലേ? അപ്പം നമ്മൾ തമ്പുരാനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മൾ തമ്പുരാൻ്റെ മക്കളല്ലേ? നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ. നമ്മളൊരു കലഹം ഉണ്ടാക്കുവാനോ, മറ്റുള്ളവരെ ചതിക്കുവാനോ, മറ്റുള്ളവരെ കുറ്റം പറയുവാനോ, മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുവാനോ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുവാനോ ഒക്കെ ക്ഷമിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ദൈവവിശ്വാസി എന്നുള്ളതൊക്കെ എവിടെ പോകും? ഇത് ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് നമ്മളെന്ത് ഇതൊക്കെ മനസ്സിലാകാതെ പോകുന്നത്? അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് പ്രഭാഷകൻ 28:2 പറഞ്ഞു തരുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിലൊന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ സഹോദരങ്ങളൊന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചുകൂടെ? ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.